പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇടുക്കി പള്ളിവാസലിലുണ്ടായ സംഘർഷത്തിൽ പ്രകോപനമുണ്ടാക്കിയത് വിനോദസഞ്ചാരികളെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ജീപ്പിന് മുകളിൽ കയറിയ വിനോദസഞ്ചാരികളെ ചോദ്യം ചെയ്ത ഡ്രൈവറെ സഞ്ചാരികൾ ക്രൂരമായി മർദ്ദിച്ചു. ഇതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇടുക്കി പള്ളിവാസലുണ്ടായ സംഘർഷത്തിന് പിന്നിൽ വിനോദസഞ്ചാരികൾ തന്നെയാണെന്നൊരു തെളിയിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ വിനോദസഞ്ചാരികൾ മാത്രമാണോ അതോ മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇത് വിനോദസഞ്ചാരികൾ ചോദിച്ചു വാങ്ങിയ അടിയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഈ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്ന 26 പേരടങ്ങുന്ന സഞ്ചാരികൾ ഒരു മിനി വാനിലാണ് വന്നിരുന്നത്. ഇവർ രണ്ടാം വഴിയിൽ വാഹനം നിർത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ജീപ്പിന്റെ ബോണറ്റിൽ കയറി ഒരാളല്ല നിരവധി പേർ ഫോട്ടോ എടുക്കുകയായിരുന്നു. ഈ വണ്ടി കഴിഞ്ഞ ദിവസമാണ് ഈ ടെസ്റ്റിന് വേണ്ടി പെയിന്റ് എല്ലാം അടിച്ച് പൂർത്തിയാക്കി ഈ വാഹനം അവിടെ നിർത്തിയിട്ടിരുന്നത്. ഈ ബോണറ്റിൽ കയറി ഫോട്ടോ എടുത്തത് ഡ്രൈവർ ചോദ്യം ചെയ്തു. എന്തിനാണ് ഈ ബോണറ്റിന് മുകളിൽ, നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, അയാളെ തട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ബോണറ്റിൽ കയറി ഫോട്ടോ എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ പ്രകോപിതരായ ഈ വിനോദസഞ്ചാരികൾ ഈ ഡ്രൈവറെ തള്ളി ജീപ്പിനെ പുറകിൽ കൊണ്ടുപോയി ഒരു കാറിന്റെ മൂലയിൽ ചാരി വെച്ച് ക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാരാണ് ഇടപെട്ട് ഈ ഡ്രൈവറെയും ഇവരെല്ലാം മാറ്റിയത്. പക്ഷേ എന്നാലും ഈ സഞ്ചാരികൾ മദ്യലഹരിയിലാണെന്ന് തന്നെയാണ് ഈ നാട്ടുകാരും ഇന്നലെ ആരോപിച്ചിരുന്നത്. ഏതായാലും ഈ നാട്ടുകാർ ഇടപെട്ട് ഈ ഡ്രൈവറെ മാറ്റുകയും ചെയ്തു. പിന്നീടാണ് ഈ ബാക്കിയുള്ള ആളുകൾ, കൂട്ടുകാർ, ഈ ഡ്രൈവറുടെ ബാക്കിയുള്ള സുഹൃത്തുക്കൾ എത്തുകയും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തുകയും പിന്നീടാണ് പോലീസ് ഈ ദൃശ്യങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ ഇന്നലെ പോലീസ് സ്ഥലത്തെത്തുകയും പള്ളിവാസലിലെ 3 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ബാക്കി കണ്ടാൽ അറിയാവുന്ന 20 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ദൃശ്യങ്ങൾ, ഇവിടെയുള്ള CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ആദ്യം ഈ സഞ്ചാരികളാണ് ഇത്തരത്തിൽ ഈ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചതെന്ന ഈ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഏതായാലും ഒരാളെ ഇപ്പോൾ ബാക്കിയുള്ളവരെ വിട്ടയച്ചിട്ടുണ്ട്, ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വിനോദസഞ്ചാരികൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് DYSP രാജൻ K. അരമണ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായി ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. വെറുതെ നിൽക്കുന്ന ആ ഡ്രൈവറെ ചോദ്യം ചെയ്ത ഡ്രൈവറെയാണ് ഈ ക്രൂരമായി മർദ്ദിച്ചത്. നിരവധി പരാതികൾ വിനോദസഞ്ചാരികളെ മർദ്ദിക്കുന്ന പരാതികളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ പോലീസും പരിശോധന ശക്തമാക്കിയിരുന്നു. ഏതായാലും ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഉത്തരമാണ്. എന്തുകൊണ്ടാണ് ഈ വിനോദസഞ്ചാരികളെ മർദ്ദിക്കുന്നത് എന്ന കൃത്യമായ ഒരു ഉത്തരം തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. സഞ്ചാരികളാണ് ഈ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു മർദ്ദനമുണ്ടായത്. പക്ഷേ ഇന്നലെ പുറത്തു വന്ന വാർത്തകളെല്ലാം തന്നെ സഞ്ചാരികളെ ക്രൂരമായി മർദ്ദിച്ചു എന്നൊരു വാർത്തകൾ തന്നെയായിരുന്നു ഇന്നലെ ഈ പുറത്തു വന്നിരുന്നത്. ഏതായാലും അതിനെല്ലാം തന്നെ ഒരു ഉത്തരം തന്നെയാണ് ഈ ഡ്രൈവറെ ക്രൂരമായി സഞ്ചാരികൾ മർദ്ദിച്ചത്. ഇത് ചോദിച്ചു വാങ്ങിയ അടി തന്നെയാണ് ഈ സഞ്ചാരികൾ എന്ന് വേണം ഇതിൽ മനസ്സിലാക്കാൻ. ഇന്നലെ തന്നെ സഞ്ചാരികൾ അടിമാലിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുകയായിരുന്നു. സഞ്ചാരികൾക്ക് കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ സഞ്ചാരികൾ ആദ്യം തന്നെ ഈ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായ പിന്നെ തന്നെയാണ് ഈ പോലീസ് ഇവർക്കെതിരെ പള്ളിവാസൽ സ്വദേശികൾക്കെതിരെ കേസ്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണോ സംഭവിച്ചതെന്ന്. ഏതായാലും സഞ്ചാരികൾക്ക് നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. ഇടുക്കി പള്ളിവാസലുണ്ടായ സംഘർഷത്തിൽ പ്രകോപനമുണ്ടാക്കിയത് വിനോദസഞ്ചാരികൾ തന്നെ എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ജീപ്പിന് മുകളിൽ കയറിയ വിനോദസഞ്ചാരികളെ ചോദ്യം ചെയ്ത ഡ്രൈവറെ സഞ്ചാരികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. എന്തായാലും ഈ ഒരു CCTV ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.